ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് അച്ചാർ നോക്കിയാലോ. സിമ്പിൾ മാത്രമല്ല, നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബീഫ് എടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് വെള്ളം കളയാൻ വെക്കാം. ഇനി നമുക്ക് ബീഫിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, കുറച്ച് പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കാം. ബീഫ് ആവശ്യത്തിന് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വേവിച്ച് വെച്ചേക്കുന്ന ബീഫിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് വെള്ളം വറ്റുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. മസാല ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി കൂടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അച്ചാറാവുമ്പോൾ കുറച്ച് അധികം നാളിരിക്കണമല്ലോ, അപ്പോൾ കേടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി കൂടി ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. അച്ചാറായതുകൊണ്ട് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ചൊറുക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൊറുക്ക കുറച്ച് കൂടി നിൽക്കുന്നതാണ് അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമ്മൾ ഇച്ചിരി പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബീഫിലേക്ക് മസാല നന്നായി പിടിക്കുന്നവരെ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൊറുക്ക കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ചൊറുക്ക ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ അച്ചാർ റെഡി ആയിട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയല്ലേ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.